ടെക് ട്രാവൽ ഫുഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സാം വലൈക്കും, നമസ്കാരം. ടെക് ട്രാവൽ ഫുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊക്കെ യൂട്യൂബ് ചാനലുള്ളവരാണ്, അതുപോലെ തന്നെ നമ്മൾ ലൈവായിട്ട് പരിപാടികൾ വീക്ഷിക്കുന്നവരാണ്, അതുപോലെ ലൈവായിട്ട് പരിപാടികൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വീഡിയോകൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം, അതുപോലെ വീഡിയോയിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അത്രക്കാരൊക്കെ കേട്ടിരിക്കാനും അവർക്ക് നൽകുന്ന നല്ലൊരു അറിവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് നമുക്ക് വരാം. സാധാരണ നമ്മുടെ യൂട്യൂബ് എന്നുള്ള ഒരു സ്വപ്നം ഇതിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടത് 1000 സബ്സ്ക്രൈബ്, 4000 വാച്ചിങ് ടൈമാണ്. പലപ്പോഴും നമുക്ക് ഈ സബ് തികഞ്ഞിട്ടും നമുക്ക് വാച്ചിങ് ഇല്ലെങ്കിൽ ലൈവ് ചെയ്തിട്ട് വാച്ചിങ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിന് ഈ ലൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1000 സബ്സ്ക്രൈബ് വരെ കാത്തിരിക്കണം. അതിനുശേഷമേ യൂട്യൂബ് അതിന് പെർമിഷൻ തരാറുള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കുറഞ്ഞ സബ്ബാണെങ്കിലും ലൈവ് ചെയ്യാം. ആ ലൈവിലൂടെ നിങ്ങൾക്ക് വാച്ചിങ് കൂട്ടിയെടുക്കാം. ഒപ്പം തന്നെ അതിലും ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലൈവിലൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ധാരാളം പരിപാടികൾ ദിവസവും ഓൺലൈൻ വഴി കാണുന്നതാണ്. പ്രഭാഷണങ്ങൾ കാണാം, ദിവസവും പ്രഭാഷണങ്ങൾ അത് കാണാം. വിവിധ രീതിയിലുള്ള പ്രോഗ്രാം കാണാം. പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമാണെങ്കിൽ അതിൻ്റെ പുറകുവശമൊക്കെ ഇങ്ങനെ വിവിധ രീതിയിൽ അതിൻ്റെ ആ പ്രോഗ്രാം എന്താണെന്നൊക്കെ അറിയിക്കുന്നതും അതിൽ വരുന്ന വ്യക്തികളും ഒക്കെ ഒക്കെയുള്ള കാര്യങ്ങളും, ഇനി മറ്റൊരു വ്യക്തിയുടെ പ്രഭാഷണമാണെങ്കിലതും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇങ്ങനെ കാണുന്ന രീതിയിലൊക്കെ ധാരാളം ലൈവ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണിൽ നമുക്കും ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെ? അതല്ല, ഇനി അതൊക്കെ പോട്ടെ, നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. നമുക്ക് ലൈവ് വേണ്ട, നമുക്ക് സാധാരണ വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് എഴുതിക്കോളി. ഈ സമയത്ത് നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതേ രീതിയിൽ ഉള്ള കാര്യങ്ങൾ പുറകുവശത്ത് കൊണ്ടുവന്ന് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്താൽ നമുക്ക് ആ രീതിയിലുള്ളൊരു വീഡിയോ കിട്ടും. അതിന് നമ്മൾ സാധാരണ എഡിറ്റിംഗ് ആപ്പ് കയറി Chromakey ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇത് നമുക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ റെക്കോർഡ് ബട്ടൺ മാത്രം ഞെക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് പ്രിസം ലൈവ് എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന്, നമുക്ക് 1000 സബ്സ്ക്രൈബ് ആവുന്നതിന് മുമ്പ് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും. 2, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മനോഹരമാക്കിയിട്ട് ലൈവ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്നത്, ഏത് വീഡിയോയും നമ്മൾ ഇനി ലൈവ് വരണ്ട, ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ആപ്പാണ്. ആദ്യം പ്രിസം ലൈവ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട്, ഞാൻ അതിൻ്റെ ചെറിയ ഒരു മോഡലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ പ്രിസം ലൈവ് ഓപ്പൺ ചെയ്ത് അതിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് അതുപോലെ നമുക്ക് ലൈവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് കാണാം. ഇപ്പോൾ ലൈവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് കരുതിക്കോളി. അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. പുറകുവശം ഗ്രീൻ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്രീൻ സ്ക്രീന് പച്ചയാണെങ്കിൽ നമ്മളെ ഷർട്ടിലോ മറ്റുള്ള ഭാഗങ്ങളിലൊന്നും ഈ കളർ ഉൾപ്പെടരുത്. കാരണം ഈ പച്ച വരുന്ന ഭാഗം റിമൂവ് ആയിട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ സ്ക്രീനിൻ്റെ കളറ് മാറ്റാം. ആ കളറ് നമുക്കിവിടെ ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ആപ്പിൽ പോയാൽ. പ്രിസം ലൈവ്
ഓപ്പൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ നമ്മൾ ക്യാമറ അങ്ങനെ ഇതിൽ നമ്മൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചേഞ്ച് ചെയ്ത പച്ചത കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മളിതിൽ കുറച്ച് സെറ്റിങ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ ഈ ബട്ടൺസ് ഉണ്ട്. ഇതിൽ ലൈവ് എന്ന് കാണാൻ ഇതിൽ ഇപ്പുറത്ത് ബട്ടൺസിൽ ലൈവ് ഓൾറെഡി യൂട്യൂബിലേക്ക് ലൈവ് ഉടനെ പോകും. അങ്ങനെ സെറ്റിങ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതൊന്ന് പരീക്ഷിച്ചാൽ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും. പൊതുവെ എല്ലാവരും ലൈവ് ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ഗ്രീൻ സ്ക്രീൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ലൈവ് ചെയ്യാൻ പല ആൾക്കാർക്കും അറിയില്ല. അതാണ് പ്രധാനമായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അതിന് ഞാനിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളൊരു സ്ക്രീനിൻ്റെ മുകളിലൊരു 3 ഡോട്ടുള്ള ഒരു റൗണ്ട് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിഭാഗത്ത് ക്യാമറ ക്രോമാക്കി എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഓൺ ആൻഡ് ഓഫ് എന്ന് കാണാം. ഇവിടെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ക്രോമാക്കിൽ നിൽക്കിയാൽ ഓൺ ഓഫ് എന്നില്ല ഓൺ ആക്കുക. അപ്പോൾ ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ഞാൻ മുന്നേ ഇന്നത്തെ നമ്മൾ വീഡിയോൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ കണ്ടല്ലോ, ആ വീഡിയോസാണ് ഞാൻ വെറുതെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഇനി മാറ്റാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഡോട്ടിലൊന്നും കൂടി നെക്കി ക്രോമാക്കിലൊന്ന് പോയി ഇവിടെ BG എന്ന് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രിസം ആപ്പ് തന്നെ നമുക്ക് ധാരാളം ബാക്ക്ഗ്രൗണ്ട് തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിസത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഒരു റൂമിൽ ഇരിക്കുന്ന പോലെ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് കാണാം. മറ്റൊരു ഭാഗത്തായി നമ്മളെ ലൈവ് അടിപൊളിയായി. ഇങ്ങനെ ധാരാളം മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ ഗ്രാഫിക് ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്താൽ അങ്ങനെ മൂവി ചെയ്യുന്ന കളറുകളായിട്ട് മാറുന്ന ഇത് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പ്ലേ അടിച്ചു കൊടുക്കണം. നടുക്കൊരു ഇത് കാണാം. അതിലൊന്ന് പ്ലേ അടിച്ചു കൊടുത്താൽ നമുക്കിത് വർക്ക് ചെയ്യുന്ന രൂപത്തിൽ നമുക്കിവിടെ ഈ ഡൺ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സെലക്ട് ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഇങ്ങനെ മാറി വർണ്ണങ്ങളായിട്ട് ഇങ്ങനെ മാറുന്നത് കണ്ടോ. അതൊക്കെ നമുക്ക് പ്രിസം തരുന്നതാണ്. അതുപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് പിക്ചറുകൾ ഇതിൽ നമുക്കുണ്ട് കണ്ടോ. നല്ല അടിപൊളി പിക്ചറുകൾ നമുക്കുണ്ട്. ഇതിലിങ്ങനെയൊക്കെ ഇരുന്ന് കണ്ട് നമുക്ക് മനോഹരമായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതുപോലെ ഇത് ലൈവ് ചെയ്യൽ മാത്രമല്ല, ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്കൊരു എൻട്രോ പറയണം. ഇപ്പോൾ ഇതിനിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാഗ് ഇങ്ങനെ മാറ്റിയിട്ട് വീഡിയോ ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് പരമാവധി എന്ത് ചെയ്യുക, ഈ ഗ്രീൻ സ്ക്രീനൊക്കെ ഒന്ന് ഇതിപ്പോൾ ഗ്രീൻ സ്ക്രീനിൽ നിൽക്കുന്ന അത്ര ഭാഗം നമുക്ക് കിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ പരമാവധി എന്ത് ചെയ്യുക, വലുതാക്കി നമ്മൾ സെലക്ട് ആക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ മാറും, ഫോട്ടോ ആക്കി മാറ്റാം, വീഡിയോസ് ആക്കിയിട്ട് ഒക്കെ മാറ്റാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് പ്രിസം തന്നതാണ്. ഇപ്പോൾ ഇനി നമുക്കുള്ള ആവശ്യമുള്ള വീഡിയോസാണ്. ഇവിടെ ഒരു പിക്ചറിൻ്റെ ചിത്രം കാണാം അടിഭാഗത്ത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറി ഇതിൽ തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഗാലറിയിൽ ചെയ്തു വെച്ച് കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിലൊരു മാറ്റം, ഇതിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കണം എന്ന് കരുതിയാൽ അതും നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് ഞാനിവിടെ നമ്മൾ നേരത്തെ കൊടുത്ത ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു. അതിലേക്കൊന്ന് സെലക്ട് ചെയ്യാണ്. ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡൺ അടിച്ച് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ എന്താണ് കണ്ടില്ലേ, ഇതിങ്ങനെ നല്ല രസമായിട്ട് നമ്മളിത് നമ്മളെ ഇതിലുള്ളൊരു വീഡിയോസാണ്. ഇത് നമുക്കിങ്ങനെ ലൈവ് ചെയ്യാം. ഇത് ലൈവ് ചെയ്യാം, ഒക്കെ എടുക്കാം. ഇതിങ്ങനെ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഡണ്ണാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കട്ടെ. നമ്മൾ ഗ്രീൻ സ്ക്രീന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടങ്ങൾ ഇവിടെ നമ്മൾ ക്രോമാക്കി ഇതിൻ്റെ ഒരു കളറ് കണ്ടോ. ഇവിടെ നമ്മൾ പച്ചയാണ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ കളറിൽ പച്ചയാണ് ഇവിടെ സെലക്ട് ചെയ്ത്. വേറെ കളറാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എങ്കിൽ ആ കളർ അവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും നമ്മളെ വീഡിയോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മളെല്ലാ വിഷയവും പറഞ്ഞു. പിന്നെ ഇതിൽ ക്യാമറകൾ സെറ്റ് ചെയ്യാം, പിന്നെ ഇതിൽ മൈക്ക ഓൺ ഓഫ് ഇത് ചെയ്യാം, പിന്നെ ഇതിൽ ഫുൾ സ്ക്രീൻ ആക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ സൈസ്, വലിപ്പം, അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ലൈവ് ചെയ്യാം, പുറകു വശത്തുള്ള ക്യാമറയിൽ ഒക്കെ നമുക്ക് ലൈവ് ആയാം. അപ്പോൾ മറ്റൊരു പ്രോഗ്രാമൊക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറകുവശത്ത് ക്യാമറക്ക് പുറകുവശത്തുള്ളത് നമുക്ക് മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ആവശ്യം നേരത്ത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടുകൾ ചേഞ്ച് ചെയ്യുന്ന രൂപത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ അപ്പോൾ ലൈവ് ചെയ്ത് നടക്കുന്ന സമയത്തും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും വിടാം. ബൈ.
വീഡിയോ വീക്ഷിച്ചവർക്ക് താങ്ക്സ്. ഫോർ ന്യൂ വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.